അലൂമിനിയം ബോഡിയാണ്. ഇത് തമ്മിൽ ജോയിൻ്റ് ചെയ്യുന്നതും തമ്മിലുള്ള പ്രസ്സിങ് സിസ്റ്റത്തിനനുസരിച്ചുള്ള ജോയിൻ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിന് ശേഷം നേരെ ഇത് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിന് സപ്പോർട്ടൊക്കെ കൊടുത്തതിന് ശേഷം ഇത് ഹൈഡ്രോളിക് റിലീസ് ചെയ്തിട്ട് ഇത് ഷിഫ്റ്റ് ചെയ്ത് അങ്ങ് മാറ്റും ഈ ട്രെയിലർ. പിന്നെ കാലി സപ്പോർട്ട് പൈപ്പിലായിരിക്കും പിന്നെ ഇത് നിൽക്കുന്നത്. പിന്നെ ആവശ്യമുള്ളപ്പോൾ സമയത്ത് മാത്രം ഇതെടുത്ത് എവിടെയാണ് കൊണ്ടുപോകേണ്ടത് അതനുസരിച്ച് കൊണ്ടുപോയിട്ട് നേരെ അവിടെ കൊണ്ടുവന്ന് യാർഡിൽ നിന്ന് നേരെ ഡോക്ക് ഉള്ള ഒരു കടലിൻ്റെ സൈഡിലോട്ട് കൊണ്ടുവന്ന്, ആ കടലിൻ്റെ സൈഡിലോട്ട് കൊണ്ടുവന്നിട്ടുള്ള ക്രെയിനാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഡയമീറ്റർ, ഈ ടയറിൻ്റെ ഡയമീറ്റർ തന്നെ ഏകദേശം 8 അടിയോളം ഡയമീറ്ററുണ്ട്. ഈ ഒരു ക്രെയിനിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 1180 ടൺ കപ്പാസിറ്റി ഉണ്ട്. ചിലത് 1150 ഉണ്ട്, ചിലത് 1180 ഉണ്ട്, 1200 ഉണ്ട്. പല രീതിയിലുള്ള കപ്പാസിറ്റിയുള്ള ഷിഫ്റ്റിംഗ് ക്രെയിനുണ്ട്. ഇത് ടയറിലാണ് ഓടുന്നത്. ഇത് ഹാങ് ചെയ്യുന്നത് ബെൽറ്റ് കൊണ്ടാണ്. ഇത് ഹാങ് ചെയ്ത് ഷിഫ്റ്റ് ചെയ്ത് കടലിൻ്റെ ആ ഡോക്കിൽ നിന്നെടുത്ത് ഈ യാർഡിലോട്ട് കൊണ്ടുവന്ന് കൊടുക്കും. അതിന് ശേഷം ഇതിൻ്റെ ട്രെയിലറിൻ്റെ സപ്പോർട്ടിൽ കൊണ്ടുവന്ന് വെക്കും. ഇത് ഫുള്ളി റിമോട്ട് കൺട്രോളിലാണ് ഇത് ഓടുന്നത്. അങ്ങനെ നല്ല വിശാലമായിട്ടുള്ള ഒരു യാർഡാണ്. ഇതിൽ നല്ല രീതിയിൽ അനുസരിച്ച് സേഫ്റ്റി പ്രവർത്തിച്ച് പോകുന്ന ഒരു യാർഡാണ്. അത്രയ്ക്കും നല്ല ക്വാളിറ്റിയുള്ള വർക്കാണ് ഈ യാർഡിൽ നിന്ന് ഞങ്ങൾ പറഞ്ഞു വിടുന്നത്. അത്രയ്ക്കും നല്ല രീതിയിൽ തന്നെ കെയർ ചെയ്ത് പോകുന്നുണ്ട്. ഈ കാണുന്നത് വാറൻറ്റി പീരീഡിൽ 1 വർഷം കഴിഞ്ഞതിന് ശേഷം തിരിച്ചു കൊണ്ടുവന്ന് എത്തിക്കുന്നു. പിന്നെ അത് ശേഷം സർവീസ് നോക്കി എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും കേടുപാടുകളുണ്ടെങ്കിൽ അത് തിരിച്ച് അയക്കുന്നതൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് അത് വരുകയും പോവുകയൊക്കെ ചെയ്യുകയും ചെയ്യും. പുതിയത് ഇവിടുന്ന് ഓരോന്ന് ഷിഫ്റ്റ് ചെയ്ത് ഇറക്കുകയും ചെയ്യും. അത്രയ്ക്കും നല്ല രീതിയിൽ തന്നെ നടക്കുന്ന ഒരു യാർഡാണ്. ഈ യാർഡിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇതിൻ്റെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ കൂടെ ചോദിക്കാം, അതിന് മറുപടി കിട്ടുന്നതായിരിക്കും. ഈ യാർഡിൽ ഇതുപോലെ തന്നെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിലും നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് നിന്നാണ് ഈ വീഡിയോ കാണുന്നത് ഒന്ന് കമൻറ്റിൽ കൂടി അറിയിക്കുമല്ലോ. അപ്പോൾ എനിക്കറിയാൻ പറ്റും ഈ വീഡിയോ ഏതെല്ലാം രാജ്യങ്ങളിൽ കൂടി സഞ്ചരിച്ചിട്ടുണ്ട് എന്ന് കാണാൻ പറ്റും. അതിനുവേണ്ടി മാത്രമാണ് അത്. നിങ്ങളൊരു ഹായ് എങ്കിലും അയയ്ക്കുക, തീർച്ചയായിട്ടും അങ്ങനെ കാണാം. ഏതെല്ലാം കോണിലാണ്, ഏതെല്ലാം രാജ്യത്തിൻ്റെ കോണിൽ ഇത് മലയാളികളുണ്ടോ, ആ മലയാളികൾ ആണെങ്കിൽ ആ മലയാളികൾ എത്ര പേര് കണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള വീഡിയോകളും പുതിയ സൈസ് വീഡിയോകളുമായിട്ട് ഞാൻ തീർച്ചയായിട്ടും വന്നിരിക്കും. വീണ്ടും കാണാം. ബൈ. ബിജു തച്ചേരൽ. താങ്ക് യു. ബൈ. ഹാവ് എ നൈസ് ഡേ.